സാർ, ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുന്നു. ഇതാണ് ലോക മാധ്യമങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ലോകത്തെ ജനങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തിനായിരിക്കും ഈ സംഘർഷം നടക്കുന്നത്? അടിസ്ഥാനപരമായ ഒരു കാരണം വേണ്ടേ? അത് ഒന്ന് ഇറാൻ്റെ ചരിത്രം, അത് വേറൊരു സന്ദർഭത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്. ഇറാൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ മാത്രം ചരിത്രമാണ്. അത് വേറൊരു വശമാണ്. പക്ഷേ ഇസ്രയേൽ 5 കാരണങ്ങളാണ് ഇറാനുമായി യുദ്ധം ചെയ്യാനായി പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയണത്, ഇറാൻ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരയൽക്കാരനല്ല, ഏത് സമയത്തും ചതിക്കും. അങ്ങനെ ചതിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഇറാനെ വിശ്വസിക്കാൻ പറ്റില്ല. അവിശ്വസ്തനായ അയൽക്കാരൻ, ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന വാക്ക്. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത്, ഈ പാലസ്തീൻ്റെ തീവ്രവാദ സംഘടനകളായ ഹൂതികളെയും ഹൊസബള്ളയെയും ഒക്കെ തീറ്റിപ്പോറ്റി വളർത്തി കാശ് കൊടുക്കുന്നത് മുഴുവനും ഇറാനാണ്. അവരെ എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇറാന് വേണ്ടി പ്രോക്സി വാർ, ആ പ്രോക്സി വാറിന് വേണ്ടിയിട്ട് വിടുകയാണ്. പകരയുദ്ധക്കാരാണിവർ. ഈ ഹൂതി ആയാലും ഹൊസബുള്ള ആയാലും അവർ പകരയുദ്ധക്കാരാണ്. അവർ ശരിക്കും പലസ്തീന് വേണ്ടിയിട്ടും അല്ല യുദ്ധം ചെയ്യുന്നത്. അവർ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത് ഇറാന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എന്നാണ് അവർ പറയുന്നത്. മൂന്നാമത്തെ കാര്യം, അവർക്കൊരു ഭയത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ആ ഭയം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഇപ്പോഴും മതരാഷ്ട്രമാണ്. ആ മതരാഷ്ട്രത്തിലൊരു ഏകാധിപതിയാണ് ഭരിക്കുന്നത്. ഏകാധിപതി ഭരിക്കുന്ന ഒരു മതരാഷ്ട്രത്തിൻ്റെ കയ്യിൽ അണുവായുധങ്ങളുണ്ട് എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. കാരണം അവിടെ ജനാധിപത്യ സംവിധാനമില്ല. ഒരാൾ തീരുമാനം ഒറ്റക്കെടുത്തു കഴിഞ്ഞാൽ അണുവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അത് ലോകത്തെ ആകെ നശിപ്പിക്കും. ആദ്യം അതിൻ്റെ ഇരകളാക്കപ്പെടുന്നത് ഒരു സംശയവും വേണ്ട ഇസ്രയേലാണ്. കാരണം ഇസ്രയേലുമായിട്ട് അവർക്ക് ബദ്ധശത്രുതയുണ്ട്. നാലാമത്തെ കാര്യം പറയുന്നത്, ഈ ഗാസയെയും ലെബനനെയും യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നതും ഇസ്രായേലിനെതിരെയുള്ള പ്രചാരണത്തിൽ ഏർപ്പെടുത്തുന്നതുമെല്ലാം ഇറാനാണ്. അഞ്ചാമത്തെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഇറാൻ തെളിയുദ്ധത്തേക്കാൾ ഏറെ ഒളിയുദ്ധം ചെയ്തുകൊണ്ട് ഇതില്ലാതെയാക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇറാൻ വ്യാപകമായ രീതിയിൽ, വളരെ കർശനമാകുന്ന രീതിയിൽ ഈ എന്താ പറയുക, സയോണിസത്തിൻ്റെ പേരിൽ ജൂതവിരുദ്ധ മനോഭാവത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രചാരകരാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാനുമായി ഒരു സഹകരണമോ ഇറാനുമായി ഒരു സന്ധിയോ സാധ്യമല്ല. കാരണം ഞങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്തില്ലെങ്കിൽ ഇറാൻ ഞങ്ങളെ നശിപ്പിച്ച് കളയും. അപ്പം ഞങ്ങൾക്ക് യുദ്ധം അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം എന്ന് 5 കാരണങ്ങൾ നിരത്തിയിട്ടാണ് ഇസ്രായേൽ ഇത് പറയുന്നത്. ഒറ്റ കേൾവിയിൽ ഈ കാരണങ്ങളൊക്കെ ഒരു ന്യായമാണ് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യാം. കാരണം ദീർഘകാലമായിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു കാര്യമുണ്ട്, ഈ ഹൂതികളെയും ഹൊസബുള്ളയെയും ഒക്കെ വളർത്തി തീറ്റിപ്പോറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ പണം വേണം. ആ സമ്പത്ത് ഉള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇറാനാണ്. കാരണം ഇറാന് വലിയ എണ്ണശേഖരമുണ്ട്. എണ്ണ വിറ്റ് ഒരുപാട് പണം കിട്ടിയിട്ടുണ്ട് അവർക്ക്. ആ എണ്ണപ്പണമുണ്ട്. ഈ എണ്ണപ്പണം കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക മൗലികവാദ സമീപനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഇനി അതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട് ഇവരിത് പറയുമ്പോൾ. കാരണം ഈ ഷാ 40 കൊല്ലത്തോളം മറ്റോ ഭരിച്ചെന്ന് തോന്നുന്നു. 40 കൊല്ലത്തോളം ഷാ ഭരിച്ച സമയത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, അതിനൊരു ജനാധിപത്യ രാജ്യമാക്കി, അതൊരു സെക്കുലർ രാജ്യമാക്കി, അതൊരു പുരോഗമന രാജ്യമാക്കി, അവർക്ക് ആധുനിക വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നവലോകത്തിൽ ജീവിക്കാൻ കെൽപ്പിട്ടവരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലാണ് ഇവർ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അവസാനത്തെ ഷായുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇറാനെ വളർത്തിയെടുക്കുകയും ചെയ്തു. ആ സമയത്ത്
മതത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഈ ദേശീയതയാണ് ഷായുടെ മാർഗം. ഷായുടെ തുരുപ്പ് ചീട്ട് ദേശീയതയായിരുന്നു. ആ ദേശീയതയെ മതബോധം കൊണ്ട് നേരിട്ട് തോൽപ്പിച്ചുകൊണ്ട് ഒരു ശുദ്ധമായ മതാധിഷ്ഠിതമായ രാജ്യം ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കണം എന്ന നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ള ആദ്യത്തെ ഖുമേനിയും ഇപ്പോഴത്തെ ഖമേനിയും. ഇവരുടെയൊക്കെ പേരിൽ എന്തെല്ലാം മാറ്റമുണ്ടെങ്കിലും മനോഭാവം ഒന്ന് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ ഇസ്ലാമായി മാറ്റണം അല്ലെങ്കിൽ മാറണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇസ്ലാമിൻ്റെ ഇസ്ലാം ഒഴികെയുള്ള എല്ലാ മതങ്ങളും ഹറാമായ മതങ്ങളാണ്. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് ജൂതന്മാരോടാണ്. ജൂതന്മാരെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അവർ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ ജൂതന്മാരുടെ ഒരു ചോദ്യമുണ്ടേ, ഈ ലോകത്ത് ക്രിസ്തുമത രാജ്യങ്ങളുണ്ട്, ഇസ്ലാം മത രാജ്യങ്ങളുണ്ട്, ബുദ്ധമത രാജ്യങ്ങളുണ്ട്, ഇങ്ങനെ വിവിധ മതങ്ങളുടെ രാജ്യങ്ങളുണ്ട്. ജൂതന്മാർക്ക് ഈ ലോകത്ത് ഒരു രാജ്യമെങ്കിലും വേണ്ടേ എന്നാണ് അവർ ചോദിക്കുന്നത്. ചോദ്യം ന്യായമല്ലേ? അതെ. കാരണം പക്ഷേ ഇസ്ലാം പറയുന്നത് അവർക്ക് രാജ്യമേ ആവശ്യമില്ല എന്നാണ്. ജൂതന്മാർക്ക് രാജ്യം വേണ്ട. ആ പ്രശ്ന പരിഹാരത്തിന് അവർ വെക്കുന്ന ഒരു നിർദ്ദേശം എന്താ? എന്തിനാണ് ജൂതന്മാർ ഇങ്ങനെ? അവർ ഇസ്ലാമായ പോരെ എന്നാ ചോദ്യം. ജൂതന്മാർ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവരുടെ ആരോപണം, ഇറാൻ്റെ ആരോപണം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാരെ ഇസ്ലാമാക്കി മാറ്റാതെ ഇരുത്തിക്കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയാണ് ആര്? ഇസ്രായേൽ എന്നാണ്. എങ്ങനെയുണ്ട് ആ വാദം? അവർക്കൊരു രാജ്യം പാടില്ല. ജൂതന്മാർക്ക് ലോകത്തൊരു രാജ്യം പാടില്ല. പിന്നെ ആദ്യത്തെ ഖുമേനിക്കും ഇപ്പോഴത്തെ ഖമേനിക്കും ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരണം എന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാം മതസ്ഥരായി മാറണം എന്നുള്ളതാണ്. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാം മതസ്ഥരായി മാറിയാൽ മാത്രമേ ഒരു യഥാർത്ഥ മുസൽമാനായി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ ഇസ്ലാമായി മാറാത്തത് കൊണ്ട് ഇപ്പോൾ ഒരാൾക്കും യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നില്ല. അതേ മനോഭാവക്കാരനാണ് നമ്മുടെ നാട്ടിലുള്ള ഒ അബ്ദുള്ളയൊക്കെ. ഒ അബ്ദുള്ള ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ അങ്ങർക്ക് ഒരു യഥാർത്ഥ മുസൽമാനായി ജീവിക്കണമെന്നുണ്ട്. അത് കഴിയുന്നില്ല. കാരണം എന്താണ്? ലോകം മുഴുവൻ ഇസ്ലാമായിട്ടില്ല, ഇന്ത്യയും സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമായിട്ട് മാറുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വിഷമം. അത് ഇറാൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇവർ വെറുതെ ഒരു രാജ്യം അവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്കെല്ലാം മുസൽമാനായാൽ പോരെ, ഈ പ്രശ്നം കഴിയുമല്ലോ എന്നാണ് അവരതിന് പരിഹാരമായി പറയുന്നത്. പിന്നെ ഇതിൽ ഈ വംശീയതയുണ്ട്, വർഗീയതയുണ്ട്, മതമുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ലോകരാജ്യങ്ങളിലെ ആയുധ കമ്പനികളുടെ പോർവിളിയും ഈ യുദ്ധത്തിൻ്റെ പിന്നിലുണ്ട്. കാരണം ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആയുധ കച്ചവടം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടങ്ങളിൽ ഒന്നാണ്. ആ ആയുധ കച്ചവടം ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട കച്ചവടങ്ങളിൽ ഒന്നായിരിക്കും. അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആയുധങ്ങൾക്കൊരു ചിലവ് വരണമെങ്കിൽ എന്ത് വേണം? എവിടെയെങ്കിലുമൊക്കെ യുദ്ധം ഉണ്ടായില്ലെങ്കിൽ ആയുധങ്ങൾ അവിടെ ഇരുന്ന് ചീത്തയായി പോവില്ലേ? അതെ. അപ്പോൾ യുദ്ധം ഉണ്ടായേ പറ്റൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ്. കാരണം എണ്ണവില കൂടുന്നു, സ്വർണ്ണവില കൂടുന്നു, രാജ്യത്തുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ അത് ബാധിക്കുന്നു. അതിനെ ഏത് യുദ്ധം ഉണ്ടായാലും ഇതൊക്കെ സംഭവിച്ചിരിക്കും. ഏത് യുദ്ധം ഉണ്ടായാലും ഇതൊക്കെ സംഭവിച്ചിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില സമാധാനവാദികളുണ്ട് അല്ലേ? ഇത് അയ്യപ്പണിക്കരുടെ ഒരു കവിതയുണ്ട്. എവിടെയൊരു യുദ്ധമുണ്ട്, എവിടെയൊരു ക്ഷാമമുണ്ട് എന്ന് കേട്ടിയിടിലും കവിത എഴുതിയിട്ടതും കാശാക്കി മാറ്റുന്നു ബഹുജനഹിതാർത്ഥം ജനിച്ച് ജീവിപ്പവൻ എന്ന് പറയുന്ന രീതിയിൽ എവിടെ യുദ്ധം നടന്നു കഴിഞ്ഞാലും
ഉടനെ സമാധാന സന്ദേശവുമായിട്ട് കുറേ പേര് ഇറങ്ങി വരും. ഒരു ഗാന്ധിയൻ സ്ഥിരം സമാധാന സന്ദേശവാഹകനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഒരു ഔദാര്യത്തിൻ്റെ പേരിൽ പറയുന്നില്ല. തിരുവനന്തപുരത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം വലിയൊരു ആദരവ് അർഹിക്കുന്ന മനുഷ്യനാണ്. ഞാനവിടെ പ്രസംഗിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി. അവർ പഴയ നാലുകെട്ടാണ് വീട്. അപ്പോൾ അത് ഞാൻ ചെന്നപ്പോൾ കാണുന്നൊരു രംഗം എന്താണെന്ന് വെച്ചാൽ ഈ പൂമുഖം ഉണ്ടല്ലോ, ആ പൂമുഖത്തിൻ്റെ നടുക്ക് വെച്ചൊരു മതിൽ പണിതേക്കാണ്. ഈ മതിൽ കൃത്യമായിട്ട് ഈ വീടിനെ രണ്ടാക്കി വിഭജിച്ചേക്കാണ്. ഒന്നാലോചിച്ച് നമ്മളൊരു പൂമുഖത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ പൂമുഖത്തിൻ്റെ നടുക്ക് വെച്ച് മതിൽ കെട്ടിയിരിക്കുകയാണ്. ഞാനിത് വെറുതെ അലങ്കാര ഭാഷ പറയുന്നതല്ല, ഇഷ്ടിക കെട്ടിയ മതിൽ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നോക്കുന്ന കണ്ട് ആർക്കായാലും ഒരു അത്ഭുതം ഉണ്ടാകുമല്ലോ. അതിനകത്ത് എനിക്കൊരു അത്ഭുതം ഉണ്ടായി. അപ്പോൾ ഗാന്ധിയൻ വന്നപ്പോൾ ഗാന്ധിയൻ ഭയങ്കര സമാധാനവാദിയാണ് കേട്ടോ. ക്ഷമിക്കണമെന്നും മഹാത്മാഗാന്ധി ജീവിച്ച പോലെ ജീവിക്കണമെന്നൊക്കെ പറയുന്നതാണ്. ഈ ഗാന്ധിയനാണെങ്കിൽ കുട്ടികളുമില്ല. അനിയനാണെങ്കിൽ അപ്പുറത്ത് അനിയനാണ് താമസിക്കുന്നത്, ഇപ്പുറത്ത് ഗാന്ധിയനെ താമസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു, അത് അപ്പുറത്ത് അനിയൻ്റെയാണ്, ഞങ്ങളിത് രണ്ടാക്കി കൃത്യമായിട്ട്. എങ്ങനെയുണ്ട്? ഗാന്ധിയനാണ്. ഇതുപോലുള്ള കുറേ സമാധാനവാദികൾ ഇറങ്ങും. അവർക്ക് അപ്പോൾ ആ നിമിഷം സമാധാനം ഉണ്ടാകേണ്ടി വരും. ആരാണ് യുദ്ധത്തിന് അനുകൂലിക്കുന്നത്? ഒരാളും അനുകൂലിക്കുന്നില്ല. ഇവർ മാത്രമാണ്. യുദ്ധം എല്ലാവരെയും ബാധിക്കുന്നില്ലേ? പക്ഷേ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിൻ്റെ കെടുതികളുണ്ടാകും. യുദ്ധത്തിൽ കെടുതികൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കും. അച്ഛൻ മകനെ കൊല്ലും, മകൻ അച്ഛനെ കൊല്ലും. ഗുരു ശിഷ്യനെ കൊല്ലും, ശിഷ്യൻ ഗുരുവിനെ കൊല്ലും. ബന്ധുക്കൾ പരസ്പരം തമ്മിലടിച്ചു മരിക്കും. പ്രതികാരം എന്നാലും തീരില്ല. മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരു മഹാവൃത്തികെട്ടൊരു രംഗം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമനുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ കിടന്നല്ലോ, എല്ലാം കഴിഞ്ഞ് യുദ്ധക്ഷേത്രത്തിൽ തുടക്കം അടിയേറ്റ് മരണം കാത്ത് കിടക്കുകയാണ് ആര്? സാക്ഷാൽ ദുര്യോധനൻ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കിടക്കുന്നവൻ്റെ തലയ്ക്ക് ഭീമൻ ചവിട്ടുന്നൊരു രംഗമുണ്ട്. ചവിട്ടാണ്. അവിടെ വെച്ചാണ് വേറൊരു കാര്യമുള്ളത്. അവിടെ ശ്രീകൃഷ്ണൻ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഒരുപാട് പര്യായങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. കംസദാസൻ്റെ മകൻ എന്ന് കേട്ടിട്ടുണ്ടാ? ഉണ്ടാ? ശ്രീകൃഷ്ണനാ ദുര്യോധനൻ അവിടെ വെച്ച് വിശേഷിപ്പിക്കുന്നത് കംസദാസൻ്റെ മകനെ എന്നാണ്. കംസദാസൻ്റെ മകൻ? ആ കംസൻ്റെ ദാസനായിരുന്നല്ലോ ഇയാളുടെ അച്ഛൻ. ജയിലിലിട്ടേക്കായിരുന്നില്ല. ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ വസുദേവര കംസൻ പിടിച്ച് ജയിലിലിട്ടേക്കായിരുന്നില്ല. അതാണ് കംസദാസൻ്റെ മകനെ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയേ അവസാനിക്കൂ. അത് തുടങ്ങാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ദൗർഭാഗ്യവശാൽ നമുക്കൊരു സംഘടനയുണ്ട്, അതിൻ്റെ പേര് ഐക്യരാഷ്ട്രസഭ എന്നാണ്. അവരെന്തിനാണ് അവിടെ ഇരിക്കണേ എന്നുള്ള കാര്യം അവർ തന്നെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ ഇതൊക്കെ കൊണ്ടാണ് ആക്രമിച്ചതെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു. അവരുടെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇതൊക്കെ ശരിയുമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു യുദ്ധം വേണോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.